ഇപ്പോൾ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയുടെയും അതുപോലെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുടെയും സംയുക്ത വാർത്താ സമ്മേളനം നാം കണ്ടു. എങ്ങനെയാണ് ഈ ആക്രമണം ഈ തിരിച്ചടി ഭീകരാക്രമണത്തിനുള്ള മറുപടി നൽകിയത് എന്നുള്ളത് വിശദമായി തന്നെ വിവരിച്ചിട്ടുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ചതിനേക്കാൾ അതിമാരകമായ തിരിച്ചടിയാണ് നൽകിയതെന്നുള്ള സൂചനയല്ലേ ഇതിലൂടെ ലഭ്യമാകുന്നത്? ആദ്യത്തിന് എത്ര മനോഹരവും കൃത്യവുമായിട്ടാണ് ആ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. കരസേനയെ പ്രതിനിധീകരിച്ചുകൊണ്ട് കേണൽ സോഫിയ ഖുറേഷിയും അതോടൊപ്പം തന്നെ വ്യോമസേനയ്ക്കായി വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ഇവർ 3 പേരുമാണ് ഈ വാർത്താ സമ്മേളനത്തിൽ വന്നത്. ആദ്യം വിദേശകാര്യ സെക്രട്ടറി എന്തുകൊണ്ട് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് രാജ്യം പോയി, അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോയി എന്ന് കൃത്യമായി വിശദീകരിക്കുകയായിരുന്നു. ഇത് ഇന്ത്യക്ക് അധികാരപ്പെട്ട ഒരു തിരിച്ചടി മാത്രമാണ്. ആ അവകാശവും അധികാരവും മാത്രമാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. പഹൽഗാമിൽ നടത്തിയ ഭീകരാക്രമണത്തിൽ ലഷ്കർ-ഇ തോയ്ബയുടെ പങ്ക് വ്യക്തമാക്കുന്ന കൃത്യമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചു. ഈ ലഷ്കർ-ഇ തോയ്ബ ഭീകരർ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി, പാക് ചാരസംഘടനയുടെ പിന്തുണയോടുകൂടി, പാക് സൈന്യത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ ആക്രമണം നടത്തിയത് എന്നുള്ള കൃത്യമായ ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടിക്കുള്ള ഒരു നടപടിയിലേക്ക് ഇന്ത്യ പോയത് എന്ന് അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു. അതിന് എടുത്ത നടപടികൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അദ്ദേഹം മാറി വിശദീകരിച്ചു. അതിന് ശേഷമാണ് കേണൽ സോഫിയ ഖുറേഷിയും അതോടൊപ്പം തന്നെ വിംഗ് കമാൻഡർ വ്യോമികയും ഈ ആക്രമണത്തിന്റെ മറ്റു വിശദാംശങ്ങൾ കൃത്യമായ വിശദാംശങ്ങളിൽ വിശദീകരിച്ചു തന്നത്. ഈ വാർത്താ സമ്മേളനം തുടങ്ങിയത് തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ്. നാവികസേന ഉദ്യോഗസ്ഥൻ, ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥന്റെ മൃതദേഹത്തിനടുത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ചിത്രം ഉൾപ്പെടെ എല്ലാം തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന എല്ലാ ദൃശ്യങ്ങളും കാണിച്ചുകൊണ്ടാണ് കൃത്യമായ വിശദീകരണത്തിലേക്ക് ഇപ്പോൾ സൈന്യം പോയിരിക്കുന്നത്. കൃത്യമായ ഏതൊക്കെ ക്യാമ്പുകൾ, 9 സ്ഥലത്ത് 24ഓളം ഭീകര ക്യാമ്പുകളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഓരോ ക്യാമ്പിന്റെയും പേര് എടുത്തു പറഞ്ഞ് നമ്മുടെ രാജ്യത്ത് നടന്നിരിക്കുന്ന എത്രയെത്ര ഭീകരാക്രമണങ്ങളിൽ ഇന്ന ക്യാമ്പുകളിൽ നിന്നുള്ള ആളുകളെല്ലാം പങ്കെടുത്തു എന്ന് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് ആ ക്യാമ്പിനെ ആക്രമിച്ചിരിക്കുന്നു, അതിനെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച്, അതിന്റെ തന്ത്രപ്രധാനം മനസ്സിലാക്കിക്കൊണ്ട് മിസൈലുകളെ കുറിച്ച് ഒന്നും തന്നെ ഈ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടില്ല. അതിന്റെ ഒരു തന്ത്രപ്രാധാന്യം, സൈനിക പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു, ഓരോ ക്യാമ്പിന്റെയും സാറ്റലൈറ്റ് ഇമേജ് കൃത്യമായി കാണിച്ചുകൊണ്ട് ആ സ്ഥലത്ത് നടത്തിയിരിക്കുന്ന ആക്രമണം പ്രിസിഷൻ സ്ട്രൈക്ക്, നേരത്തെ തന്നെ പറഞ്ഞതുപോലെ കൃത്യമായി ലക്ഷ്യത്തിൽ മാത്രം നടത്തുന്ന ആക്രമണം. ആ ആക്രമണത്തിൽ ഭീകര ക്യാമ്പുകളെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ആ ആക്രമണം അതിനപ്പുറത്ത് ഒരു പാക് പൗരനെയോ, ഒരു നിരപരാധിയായ പാക് പൗരനെയോ, അവരുടെ വസ്തുക്കളെയോ ഒന്നും തന്നെ നശിപ്പിച്ചിട്ടില്ല, ബാധിച്ചിട്ടില്ല എന്ന് കൃത്യമായി അതിൽ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ആ വാർത്താ സമ്മേളനത്തിൽ കേണൽ സോഫിയ ഖുറേഷിയും അതോടൊപ്പം തന്നെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും പറഞ്ഞിരിക്കുന്ന ആ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകർക്കായി ആവർത്തിക്കാം. ആദ്യം ആക്രമിച്ച ലിസ്റ്റുകളുടെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത് മുസഫറാബാദിലെ സവായ് നല്ല ക്യാമ്പാണ്. ഇത് ലഷ്കർ-ഇ തോയ്ബയുടെ ക്യാമ്പാണ്. ആ ക്യാമ്പിന്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ അവരെടുത്തു പറഞ്ഞ കാര്യം, സോനാമാർഗിലും ഗുൽമാർഗിലും ഇപ്പോൾ പഹൽഗാമിലും ഉൾപ്പെടെ നടന്ന ഭീകരാക്രമണങ്ങളിലെ ഭീകരർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത് ലഷ്കർ-ഇ തോയ്ബയുടെ ഈ സവായ് നല്ല മുസഫറാബാദിലുള്ള ഈ ക്യാമ്പിലാണ്. രണ്ടാമതായി പറഞ്ഞിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ സേന ബിലാൽ ക്യാമ്പാണ്. ഈ ക്യാമ്പ് എത്ര ദൂരം, നിയന്ത്രണ രേഖയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഈ ക്യാമ്പ്, ഏതൊക്കെ രീതിയിലുള്ള പരിശീലനങ്ങൾ അവിടെ നടക്കുന്നു എന്ന് ആ വാർത്താ സമ്മേളനത്തിൽ അവർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഗുർപൂർ ക്യാമ്പാണ്. അത് കോട്ട്ലി എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ്. ഇത് ഈ നിയന്ത്രണ രേഖയിൽ നിന്ന് 10 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്ററിന് അകത്ത് വരുന്ന ഭാഗം, അതായത് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന POK, പാക് അധീന കാശ്മീരിലുള്ള ക്യാമ്പുകളാണ് ഇതെല്ലാം. സവായ് നല്ലയും സൈന ബിലാൽ ക്യാമ്പും അതോടൊപ്പം തന്നെ ഗുർപൂർ ക്യാമ്പുമെല്ലാം. ഈ മേഖലയിൽ നടത്തിയിരിക്കുന്ന ആക്രമണം അത് ഏത് രീതിയിലുള്ള
ഒരു ഭീകര ക്യാമ്പുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഏതൊക്കെ രീതിയിലുള്ള പരിശീലനം അവിടെ നടന്നു, ഏതൊക്കെ ഭീകരാക്രമണങ്ങളിൽ അവിടെ പരിശീലനം നേടിയിട്ടുള്ള ആളുകൾ പങ്കെടുത്തു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏത് ഭീകര സംഘടനയുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് അല്ലെങ്കിൽ ബന്ധപ്പെട്ടാണ് ഈ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്, പരിശീലനം നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അടുത്തതായി പറഞ്ഞത് ഭിംബേർ മേഖലയിലുള്ള ബർണാല ക്യാമ്പാണ്. ഇത് ലഷ്കർ ഇ തോയ്ബയുടെ തന്നെ ഭീകര പരിശീലന ക്യാമ്പാണ്. മറ്റൊന്ന് കൊട്ലി മേഖലയിലുള്ള അബ്ബാസ് ക്യാമ്പാണ്. ഇത് നിയന്ത്രണ രേഖയിൽ നിന്ന് ഏതാണ്ട് 13 കിലോമീറ്ററോളം വരുന്നു എന്നുള്ള ഒരു ദൂരത്തായി വരുന്ന ക്യാമ്പാണെന്നാണ് വാർത്താ സമ്മേളനത്തിൽ അവർ വിശദീകരിച്ചത്. ഇത്രയും ക്യാമ്പുകൾ, അതായത് 5 ഭീകര ക്യാമ്പുകളാണ് ഇത്തരത്തിൽ പാക് അധീന കാശ്മീരിൽ നമ്മൾ ഇപ്പോൾ നടത്തിയ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നത്. ഈ ഓരോ ക്യാമ്പുകളുടെയും പേര് പറയുമ്പോൾ അതിന്റെ ദൃശ്യം നമുക്ക് LED സ്ക്രീനിൽ കാണാമായിരുന്നു. അതിന്റെ സാറ്റലൈറ്റ് ഇമേജ് കൃത്യമായി കാണിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഊഹാപോഹങ്ങളും അവർക്ക് അവസരം കൊടുക്കാതെ കൃത്യമായ ദൃശ്യങ്ങളോട് കൂടിയുള്ള ഒരു വിവരണമാണ് നൽകിയത്. അതിനുശേഷം പാകിസ്ഥാൻ അകത്ത് നടത്തിയിരിക്കുന്ന ആക്രമണങ്ങൾ, ആ ക്യാമ്പുകളെ കുറിച്ചും കൃത്യമായി വിശദീകരിക്കുകയുണ്ടായി. സിയാൽകോട്ടിലുള്ള സെർജൽ ക്യാമ്പ്, ഇത് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 6 കിലോമീറ്ററോളം ദൂരത്തിൽ മാത്രം വരുന്ന ഒരു ക്യാമ്പാണ്. അതോടൊപ്പം തന്നെ മെഹ്മൂന ജായ ക്യാമ്പ്, അത് ഹിസ്ബുൾ മുജാഹിദീൻ എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ ക്യാമ്പാണ്. പഠാൻകോട്ട് ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ നടത്തിയ ഭീകരർ ഈ മെഹ്മൂന ജായ ക്യാമ്പിൽ നിന്നാണ് പരിശീലനം നേടിയത്. അവർക്ക് ആസൂത്രണവും ഈ ആക്രമണത്തിന്റെ നിയന്ത്രണവും എല്ലാം തന്നെ ഈ ക്യാമ്പിൽ നിന്നാണ് നടത്തിയത് എന്ന് കൃത്യമായി അവർ വിശദീകരിച്ചു. മറ്റൊന്ന് മുറിദ്കായിലുള്ള മർക്കസ് തൈബ എന്ന് പറയുന്ന ക്യാമ്പും, അതോടൊപ്പം തന്നെ ബഹാവൽപൂരിലുള്ള മർക്കസ് സുബ്ഹാനല്ല, ഇത് രണ്ടും ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പുകളാണ്, ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകര ക്യാമ്പുകളാണ്. ഇതിൽ മുറിദ്കയിലുള്ള മർക്കസ് തൈബയിലാണ് മുംബൈ ഭീകരാക്രമണം 2008 മുംബൈ ഭീകരാക്രമണത്തിന് നടത്തിയ ഭീകരർക്ക് പരിശീലനം നൽകിയത്. അതിന്റെ ആസൂത്രണവും നിയന്ത്രണവും എല്ലാം തന്നെ മുറിദ്കയിലുള്ള ഈ മർക്കസ് തൈബ ക്യാമ്പിൽ വെച്ചായിരുന്നു നടന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ കൃത്യമായി ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട്, അതിന്റെ സാറ്റലൈറ്റ് ഇമേജുകൾ കാണിച്ചുകൊണ്ട് അവർ കൃത്യമായി വിശദീകരിച്ചു. യാതൊരുവിധ സംശയങ്ങൾക്കോ ഊഹാപോഹങ്ങൾക്കോ ഒന്നും ഇടകൊടുക്കാതെ കൃത്യമായ ആക്രമണ പദ്ധതി നടപ്പിലാക്കി അത് ടാർഗറ്റ് ചെയ്യപ്പെട്ട ആളുകളെ തിരിച്ചറിഞ്ഞ ലക്ഷ്യങ്ങളെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. അവർ പറഞ്ഞതനുസരിച്ച് 1:05-നും 1:35-നും ഇടയ്ക്കുള്ള ആ ഒരു സമയത്താണ് ഇന്ന് ഒരു വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. കൃത്യമായി ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഏതൊക്കെ രീതിയിൽ, അതായത് ഈ ആക്രമണം നടന്ന ഏപ്രിൽ 22-ന് ആക്രമണം നടന്നിപ്പോൾ 15 ദിവസങ്ങൾക്ക് ശേഷം ഇത്തരത്തിലൊരു തിരിച്ചടി ഇന്ത്യ നൽകുമ്പോൾ ആ 15 ദിവസത്തിൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികൾ, നമ്മുടെ സുരക്ഷാ സൈനികർ ചെയ്ത കഠിനാധ്വാനം എത്രത്തോളമാണെന്ന് നമുക്ക് ഈ ആക്രമണത്തിൽ ഈ വിശദീകരണം, ഇവരുടെ ഭാഗത്തു നിന്നുള്ള ഇമേജുകൾ, ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ മനസ്സിലാകും. അത്രയധികം ഈ ഇന്റലിജൻസ് വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഓരോ ഭീകരാക്രമണത്തിലും ഈ ക്യാമ്പുകളിൽ നിന്നാണ്, ഇന്ന ക്യാമ്പുകളിൽ നിന്നാണ് ആളുകൾ വന്നത്, പരിശീലനം നേടിയത് എന്നെല്ലാം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം, ഇത്തരത്തിലൊരു ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഒരു തിരിച്ചടി പാകിസ്ഥാന് നൽകിയിരിക്കുന്നു. അതിന് ഏത് രീതിയിലുള്ള മറുപടി പാകിസ്ഥാൻ നൽകിയാലും അതെല്ലാം തന്നെ പ്രതിരോധിക്കാൻ, അതിനെല്ലാം തന്നെ തടുത്തു നിർത്താനുള്ള എല്ലാ സംവിധാനങ്ങളും രാജ്യത്തെ സുരക്ഷാ സൈനികർ, കര, നാവിക, വ്യോമസേനകളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏത് രീതിയിലുള്ള പ്രത്യാക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അതിനെയെല്ലാം തന്നെ തക്കതായി പ്രതിരോധിക്കുമെന്നുള്ള കാര്യം കൂടി അടിയുറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. എന്തായാലും